നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മിന്നുന്ന പ്രകടനമാണ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി പുറത്തെടുത്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി 4ാം തവണയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവർ സ്വന്തമാക്കുന്നത്. 38 മത്സരങ്ങൾ കളിച്ച അവർ 28 വിജയവും 7 സമനിലയും 3 തോൽവിയുമാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ 91 പോയിന്റ് നേടിക്കൊണ്ടാണ് ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയത് സിറ്റിയുടെ താരമായ ഏർലിംഗ് ഹാലൻഡ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് മറ്റൊരു സിറ്റി സൂപ്പർ താരമായ ഫിൽ ഫോഡൻ ആണ്. ഇപ്പോഴിതാ മറ്റൊരു നേട്ടം കൂടി സിറ്റിയെ തേടി എത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച പരിശീലകനുള്ള പുരസ്കാരം സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോളയാണ് നേടിയിട്ടുള്ളത്. അർഹിച്ച ഒരു പുരസ്കാരമാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് അവസാനത്തെ 7 വർഷങ്ങളിൽ 5 വർഷങ്ങളിലും ഈ ഏറ്റവും മികച്ച പരിശീലകനുള്ള പ്രീമിയർ ലീഗ് പുരസ്കാരം നേടിയിട്ടുള്ളത് പെപ് ഗാർഡിയോള തന്നെയാണ്. അതായത് 5 പുരസ്കാരങ്ങൾ അദ്ദേഹം ഇപ്പോൾ കരസ്ഥമാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച പരിശീലകനുള്ള പുരസ്കാരം നേടിയ 2ാമത്തെ പരിശീലകനായി മാറാൻ പെപ്പിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 5 പുരസ്കാരങ്ങളാണ്. 1ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ പരിശീലകനായിരുന്ന അലക്സ് ഫെർഗൂസൺ ആണ്. അദ്ദേഹം 11 തവണയാണ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച പരിശീലകനുള്ള ഒരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മികച്ച പ്രകടനമാണ് പെപ്പിന് കീഴിൽ ഈ ഒരു സീസണിൽ സിറ്റി നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുമില്ല. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളായിക്കൊണ്ടാണ് ഇപ്പോൾ പെപ്പ് വിലയിരുത്തപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.